കഴിഞ്ഞ ദിവസം സ്റ്റാഫ് വന്ന് പറഞ്ഞു, സാറേ പിന്നെ ഒരു പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് സാറെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പിന്നെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ട് ടൈം കൊടുത്തു എന്നാണ്. അങ്ങനെ പേഷ്യൻസ് ഓൺലൈനായിട്ടാണ് ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം സംസാരിച്ചു, എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ എനിക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, ഇപ്പം എനിക്ക് ഏജ് ഏകദേശം 28 വയസ്സായി. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 10th സമയത്ത് എനിക്ക് വന്ന അസുഖമാണ് ഈ പറഞ്ഞ വായുനാറ്റം. പക്ഷെ ഞാൻ ഡെയിലി എല്ലാ സമയത്തും 5 പ്രാവശ്യം പ്രയറിന സമയത്തും ബ്രഷ് ചെയ്യും, നന്നായിട്ട് പേസ്റ്റ് ഇട്ട് തന്നെ ബ്രഷ് ചെയ്യും. എന്നിട്ടും ഈ സാധനം പോണില്ല. ഞാൻ കൺസൾട്ട് ചെയ്യാത്തൊരു ഡോക്ടേഴ്സ് ഇല്ല. ENT കൺസൾട്ട് ചെയ്തു, ഗ്യാസ്ട്രോ ചെയ്തു, ഡെൻ്റൽ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യലാണ് പണി. എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അപ്പം ഗ്യാസ്ട്രോൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇതുപോലത്തെ ഒരു പിന്നെ വയറിന് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പം 100% പെർഫെക്റ്റാന്ന് പറയാണ്. പക്ഷെ എൻ്റെ തൊട്ട മുന്നിലുള്ള ആൾക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതെ അവർക്ക് മനസ്സിലാവാണ്, അവരറിയാതെ കൈ ആക്ഷൻ എടുത്ത് മൂക്ക് കവർ ചെയ്യണം. സാറേ ഭയങ്കര സങ്കടത്തിലുള്ളത്. കാരണം എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ സാറെ വിളിക്കാൻ കാരണം അത്രയും സങ്കടം വന്നതിന് ശേഷമാണ്. ഞാൻ യാദൃശികമായിട്ട് ഇപ്പം സാറെ വീഡിയോ കണ്ടപ്പോഴാണ് ആ സമയത്ത് തന്നെ ഞാൻ ജോലിയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എമർജൻസി ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് സാറെ വിളിക്കുന്നത്. കാരണം ഞാൻ ഇന്നൊരു മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോൾ അപ്പം ആ സമയത്ത് എൻ്റെ വളരെ തൊട്ടടുത്ത ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, പിന്നെ ഞാനാണ് മീറ്റിംഗ് ലീഡ് ചെയ്യേണ്ടത്, ഞാനാണ് സീനിയർ. അപ്പോൾ തൊട്ട മീറ്റിങ്ങിന് മുമ്പ് പറഞ്ഞു, പിന്നെ നന്നായിട്ട് വായ്നാറ്റുണ്ട്, സംസാരിക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്യണമെന്നാണ്. അതോടുകൂടെ എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരാൾ തുറന്ന് പറഞ്ഞിട്ട് പറയാണ്, പിന്നെ ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സംഭവിച്ചതോടുകൂടി എനിക്ക് വളരെ മാനസികമായിട്ട് തകർന്നു സാറേ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാമ്പത്തികമായിട്ട് ഫുൾ സെറ്റിൽഡ് ആണ്, യാതൊരുവിധ ഫാമിലിയായിട്ട് ഫുൾ ഹാപ്പിയാണ്. ഞാൻ ഈ കാരണം കൊണ്ട് കല്യാണം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പം പുള്ളിയുടെ പുള്ളിയർ ഞാൻ ഇതിനു മുമ്പ് ഫ്രണ്ട്സുമായിട്ട് പോയപ്പോഴാണ് ഇതിപ്പോൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്ത് നാട്ടിൽ നിന്ന് ആൾക്കാരിങ്ങനെ പറയാറില്ല, പക്ഷേ അവർ ആക്ഷൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താണ് വിഷയം, എന്തുണ്ട്. അപ്പോൾ അവരാ ഇല്ല കുഴപ്പമില്ല, ചെറുതായിട്ടുണ്ട്. പിന്നെ പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പറഞ്ഞ ഈ ഇൻസിഡൻറ്റിന് തൊട്ട മുമ്പ്, അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും പ്രയാസം സൃഷ്ടിച്ചത്. അവർ പോയ സമയത്ത്, അവർ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പിന് പോയ സമയത്ത് അവർ തുറന്നടിച്ച് മുഖത്ത് നോക്കി അതിലൊരു വ്യക്തി എന്നോട് പറഞ്ഞു, എൻ്റെ തൊട്ടടുത്ത ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, എനിക്ക് ബ്രഷ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് അവരോട് യാത്ര പറഞ്ഞ സ്പോട്ടിൽ ഇറങ്ങിപ്പോന്നു. ഒന്നും ഉണ്ടായിട്ടില്ല ഡോക്ടറെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത്ര വൃത്തി ആ കൂട്ടത്തിൽ ഒരാൾക്കുമില്ല. ഞാൻ ആ 3-4 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്രയും കെയർ ചെയ്യുന്ന എന്നോട് മുഖത്ത് വെച്ചിട്ട് എനിക്ക് ബ്രഷ് ചെയ്തുകൂടെ എന്ന് ചെറിയ കുട്ടികളോട് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഡോക്ടർ ഇത് കേട്ട് മടുത്തു. ഈ പ്രയാസം അനുഭവിച്ച് മടുത്തു. ഇപ്പം എന്താണെന്ന് അറിയില്ല ഡോക്ടർ, എനിക്ക് ജീവിക്കാൻ തന്നെ അത്രയും പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് ഇങ്ങനെ തുടരുന്നപ്പോൾ ഇന്നലത്തതോടു കൂടി എന്തായി, ഞാൻ മാനസികമായിട്ട് തകർന്നു. ആ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഇൻസിഡൻ്റ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞതോടുകൂടി ഞാൻ പറഞ്ഞു, എനിക്കൊരു എമർജൻസി പ്രശ്നമുണ്ട്, തൽക്കാലം വേറെ ആരോടെങ്കിലും അത് മീറ്റിംഗ് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിട്ട് ആ പുള്ളി അവിടെ നിന്ന് അന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന വായ്നാറ്റം എന്നുള്ളത് അത്രയും ഗുരുതരമായ പ്രശ്നമാണ്. ചില പേഷ്യൻസ് എന്നോട് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ ചിരിക്കാറില്ല, എൻ്റെ മക്കളോട് പോലും എനിക്ക് വായ തുറന്ന് ചിരിക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ ചില പേഷ്യൻസ് പറയാറുണ്ട്, എന്താണ് ഞാൻ ജോലി പൊസിഷൻ മാറി, നല്ല പൊസിഷൻ ആയിരുന്നു, ഫ്രണ്ട് ഓഫീസിലൊക്കെ ആയിരുന്നു ആദ്യം, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഈ പ്രശ്നം വന്നതിന് ശേഷം നമ്മളെല്ലാം ഓൺലൈനിലേക്ക് മാറിയെന്നാണ്. കുഴപ്പമില്ല, ആർക്കും പ്രശ്നമില്ല. അപ്പം ഇത് അറിയാത്ത രൂപത്തിൽ വളരെയധികം വ്യക്തികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസമാണ് വായ്നാറ്റം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങൾ ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവരോട് തുറന്നു പറയണം, നല്ല രൂപത്തിൽ പറയാം, പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലല്ല. ആ വ്യക്തി ഈ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അതിന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അത് മാറാൻ വേണ്ടിയിട്ട്. ആ വ്യക്തി പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും, എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും, ഡെയിലി 3-4 പ്രാവശ്യം നമ്മളെക്കാൾ അധികം ബ്രഷ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഓറൽ ഹൈജീനിക് കീപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അത് അവരുടെ അസുഖത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നല്ല രൂപത്തിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ പറഞ്ഞ പ്രയാസങ്ങൾ നമുക്ക് ചെറിയ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ഇനിയിപ്പം എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. കാരണം
ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ 3 കാരണങ്ങളാണ്. ഒന്ന് നമ്മുടെ ദഹനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ദഹനമായിട്ട് ബന്ധപ്പെട്ട വായുനാറ്റത്തിൻ്റെ പ്രയാസമാണെങ്കിൽ നമുക്ക് തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. കാരണം എന്താണ്, അത് വരുന്നതിന് മുമ്പ് നമുക്ക് വയറിന് ബുദ്ധിമുട്ടുകളുണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് ദഹനം കൃത്യമായിട്ട് ശോധന ഇല്ലാത്തൊരവസ്ഥ വരും, മലബന്ധം വരും. തൊട്ടടുത്ത ദിവസം തന്നെ വയറ് വീർക്കുക ചെയ്യാം, പിന്നെ പുളിച്ചു തീറ്റലുണ്ടാവും. ആ വയറുമായിട്ടുള്ള അസ്വസ്ഥതകൾ ഈ കേസുകൾ പ്രകടമായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് അലർജിയാണ്, കഫവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ്. ഈ കേസിൽ കൃത്യമായിട്ടുള്ള കഫത്തിന് ബുദ്ധിമുട്ട്, ഇപ്പം കണ്ണ് ചൊറിച്ചിലായാലും തുമ്മലായാലും തലക്കനായാലും ഈ പറഞ്ഞ എല്ലാവിധ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ കേസിൽ പ്രസൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ ഒരു കാരണമുണ്ട്, ആ ഒരു ടൈപ്പിൽ നമുക്ക് ഈ പറഞ്ഞ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. പേഷ്യൻ്റ് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ 2 ബുദ്ധിമുട്ടുകളും ഇല്ലയെന്ന് പറയും. പക്ഷേ ഡോക്ടർ ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്ന് പറയും. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രയാസം ഉണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ വായുനാറ്റം എന്നുള്ളത് അക്യൂട്ട് കേസല്ല, ബട്ട് ക്രോണിക് കേസാണത്. മറ്റു പല അസുഖങ്ങളും ഇങ്ങനെ ക്രോണിക് ആയതിനു ശേഷം കൃത്യമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ വായുനാറ്റം. അപ്പോൾ അവർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് ഡോക്ടർ 2 വർഷം മുമ്പ് എനിക്ക് കൃത്യമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും കാണാറില്ല. പക്ഷേ ഹിസ്റ്ററി എടുക്കുന്ന സമയത്താണ് ഈ ടൈപ്പ് വായുനാറ്റുന്ന ആൾക്കാർക്ക് വായ എപ്പോഴും ഡ്രൈ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അലർജിയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വായ നാം നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കോട്ടിങ് കണ്ടുവരാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ആൻഡ് ക്രോണിക് ഉണ്ട്. അതായത് ചില അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇൻസിഡൻസ്. ചില ആൾക്കാർക്ക് പറയാറുണ്ട്, പിന്നെ അലോപ്പതി മെഡിസിൻസ് കഴിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ, അതുപോലെ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഡോക്ടർ ഇപ്പം പല്ലിൻ്റെ മെഡിസിൻ എടുത്തിരുന്നു, ഇപ്പോൾ ഡെൻ്റൽ ഡോക്ടർ കണ്ട സമയത്താണ് ഈ പ്രശ്നം റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോൾ അതിന് ശേഷമാണ് പ്രയാസം വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ടുണ്ടാവുക കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അപ്പോൾ അവർ പറയുമ്പോൾ ആ ഒരു അക്യൂട്ട് കേസുകളിലൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും മാറ്റിയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഡോക്ടറോടെ സംസാരിക്കുകയാണ്, ഡോക്ടർ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് തരും. ഇനിയുള്ളത് ക്രോണിക് കേസാണ്. ക്രോണിക് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസത്തിന് മുകളിലായിക്കൊണ്ട് ഒരു 6 വീക്കിന് മുകളിലാണെങ്കിൽ 3 to 4 months മുകളിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ചില പേഷ്യൻസ് പറയാറുണ്ട്, വാട്സപ്പിൽ വോയിസ് അയക്കാറുണ്ട്, സ്റ്റാഫ് പറയും ഡോക്ടറെ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞ ഹോം റെമഡി ചെയ്തിട്ട് തന്നെ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് മാറി കിട്ടിയും. അപ്പോൾ നമ്മുടെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറും. പക്ഷെ കൃത്യമായിട്ട് കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് പ്രയാസപ്പെടുത്തേണ്ട അസുഖമാണ്. ഇപ്പോൾ വയറിൻ്റെ ബുദ്ധിമുട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ നാടൻ മല്ലി, അതായത് പൗഡർ ചെയ്യാത്ത മല്ലി തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കുക. അത് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രയാസം ക്ലിയർ ചെയ്തിട്ടും. അതോടൊപ്പം തന്നെ ചുക്കും കരിഞ്ചീരകവും ഇരട്ടി മധുരവും ഇത് 3ഉം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് ഡെയിലി തേൻ ചേർത്ത് കഴിക്കുക. ഇത് ഈ പറഞ്ഞ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്യും, അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ടുള്ള മോഷൻ നൽകുകയും ചെയ്യും. ഇത് ഈ പറഞ്ഞ ഒരുവിധം കഫം, അതുപോലെ തന്നെ വയറുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്, ഈ പറഞ്ഞ ഹോർമോൺ ബാലൻസ്, എല്ലാവിധ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് വളരെ സ്ലോ ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. കാരണം എന്താണ്, തൊട്ടടുത്ത ദിവസം തന്നെ ചെറുതായിട്ടുള്ള മോഷൻ ഉണ്ടാവും. മോഷൻ ഹാർഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മോഷൻ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് കഫത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് ഗ്രാജുവലി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ക്രോണിക് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വേറൊരു പേഷ്യൻസിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ യാതൊരുവിധ കാരണവും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അതൊരു മാനസികമായിട്ട് വളരെയധികം തകർക്കുന്നുണ്ട്. കൃത്യമായൊരു വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെ അത്രമാത്രം ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ അവരെ ലൈഫ് തന്നെ മടുത്തു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നല്ല രൂപത്തിൽ ഉപദേശിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വായുനാറ്റമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.